അഞ്ചാം ഘട്ടവും കഴിഞ്ഞപ്പോൾ മോദി വിറച്ചുകൊണ്ട് രാജ്യത്തോട് ആ കാര്യം പറഞ്ഞു. പോളിംഗിലുള്ള വമ്പിച്ച ഇടിവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ BJP പകച്ചു പോവുക തന്നെയാണ്. കാര്യം തങ്ങൾ ഈ ചെയ്തു കൂട്ടിയതൊക്കെയും തങ്ങൾക്ക് തിരിച്ചടിക്കുന്നു എന്നവർ തിരിച്ചറിയുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് ഈ പോളിംഗ് കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ സംഭവിച്ചിരിക്കുന്നത്. അതിനുമപ്പുറത്ത് വർഗീയത എന്നതിന്റെ മാർക്കറ്റ് ഇന്ത്യ മുന്നണിയുടെ വരവോടെ ഇടിഞ്ഞിരിക്കുന്നു എന്നും BJPക്ക് നന്നായിട്ടറിയാം. പക്ഷെ അപ്പോഴേക്കും അഞ്ചാം ഘട്ടവും പിന്നിട്ടു. തന്ത്രങ്ങൾ മെനയാനുള്ള സമയവും അവസാനിച്ചു. അപ്പോൾ പിന്നെ ഇനി ആകെ ചെയ്യാനുള്ളത് കുറച്ച് ആത്മവിശ്വാസം നൽകുക എന്നുള്ളതാണ്. അഥവാ നമ്മൾ വിജയിക്കും, അധികാരത്തിൽ വരും, മൂന്നാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ, മോദി ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി. അങ്ങനെ ഒടുക്കം കഴിഞ്ഞ ദിവസം അമിത്ഷാ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞ പോലെ അഞ്ചാം ഘട്ടവും പിന്നിട്ടപ്പോൾ BJP 310 സീറ്റ് നേടി. ബാക്കിയുള്ള 90 സീറ്റ് ഇനിയുള്ള 2 ഘട്ടം കഴിയുമ്പോൾ NDA മുന്നണി നേടുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇതിന്റെ ബാക്കി എന്നോണമാണ് ഇപ്പോൾ മോദി പറഞ്ഞു വെച്ചത്. അത് മറ്റൊന്നുമല്ല, അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ ഇന്ത്യ സഖ്യത്തിന്റെ തോൽവി ഉറച്ചെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അഥവാ താൻ ഇനിയും പ്രധാനമന്ത്രിയാവുമെന്ന്. പക്ഷേ അതെങ്ങനെ എന്ന ഒരു മറു ചോദ്യമാണ് പിന്നിട്ട ഘട്ടങ്ങൾ എത്രയും കഴിയുമ്പോൾ BJPയിൽ അടിയുറച്ചു വിശ്വസിക്കുന്നവർ പോലും ചോദിക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യം അതിന്റെ രൂപീകരണ സമയത്തോ സീറ്റ് വിഭജന സമയത്തോ ഉള്ളതുപോലെ അല്ലിപ്പോൾ. എങ്ങനെയെങ്കിലും സീറ്റുകൾ പിടിച്ചെടുത്ത് മോദിയെ താഴെ ഇറക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഈ 28 പാർട്ടികളിൽ ആര് അധികാരത്തിലേറും, ആര് പ്രധാനമന്ത്രിയാകും എന്നൊന്നും അവര് ചിന്തിക്കുന്നേയില്ല. പകരം മോദി, BJP ഈ രണ്ടിനെയും കെട്ടുകെട്ടിക്കുക, ജനാധിപത്യത്തെ സംരക്ഷിക്കുക, ഭരണഘടനയെ ആരായാലും നശിപ്പിക്കാതെ സംരക്ഷിച്ചു നിർത്തുക. അത്ര മാത്രമേ ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ തൊട്ടു പിന്നിൽ ലക്ഷ്യമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ പിന്നീടുള്ള കാര്യം. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സീറ്റ് വിഭജന ചർച്ചയിൽ അടക്കം മുഖം തിരിച്ചു നിന്ന മമത ഫലം വരാൻ ഇനിയും 1-2 ഘട്ടം ബാക്കി നിൽക്കുമ്പോൾ ഇതേ ഞാൻ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നു എന്ന് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ മൊത്തത്തിൽ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ യാതൊരു തിരിമറിയും നടന്നില്ലെങ്കിൽ, BJP നടത്തിയില്ലെങ്കിൽ 400 സീറ്റ് വെറും പുകയായി മാറുകയും ഇന്ത്യ മുന്നണി അധികാരത്തിലേറുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. എന്നാൽ ഇതൊക്കെ തിരിച്ചറിയുമ്പോഴും ജനങ്ങളോട് മോദി പറയുന്നത് താൻ അധികാരത്തിൽ വരും, ഇന്ത്യ മുന്നണി തോൽക്കും എന്ന് തന്നെയാണ്. എന്നാൽ അത് ഉള്ളു പിടഞ്ഞുകൊണ്ട് വിറച്ചുകൊണ്ടാണ് മോദി പറയുന്നതെന്ന് മാത്രം.